ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയൂണിന് നല്ലൊരു പപ്പട ചമ്മന്തി ആയാലോ? ഞാൻ 100% ഉറപ്പിച്ച് പറയുകയാണ്, ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രം ചോറുണ്ട്. നമുക്ക് വിഭവസമൃദ്ധമായിട്ട് ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ 2 പപ്പടം ഇതുപോലെ മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ അത് ഈ കാണുന്ന ഇത്രയും ഐറ്റങ്ങൾ വേണം കേട്ടോ. ഒരു 5-6 വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതിൻ്റെ പുളി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ പപ്പടം മൂപ്പിച്ച് എണ്ണയിലോട്ട് തന്നെ ഇട്ട് ഒന്ന് വറുത്ത് കോരുക. മുളക് ആദ്യമേ വറുത്ത് കോരണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് വറുത്ത് കോരിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് വറുത്ത് കോരി എടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട. ഇവിടുത്തെ ഗ്യാസിന് കുറച്ച് തീ കൂടുതലാണ്. എത്ര കുറച്ച് വെച്ചാലും അതിൻ്റെ തീ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും കരിഞ്ഞൊന്നും പോകണ്ട. എൻ്റെത് കരിഞ്ഞിട്ടില്ല, എന്നാലും കരിഞ്ഞു പോകാതെ ഈ ഒരു ഇതിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കണം. നമുക്ക് എത്ര ചമ്മന്തിയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് മിക്സിയിലിട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പപ്പടം ഇല്ലേ, അതുകൂടി ഇതിലേക്കിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് അരച്ചെടുക്കണം. പപ്പടമെല്ലാം നല്ല പൊടിച്ചെടുക്കണം. ഞാൻ ഷുവറായിട്ട് പറയുകയാണ്, ഇത് മസ്റ്റ് ട്രൈ ആണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര സിമ്പിളാണ്, പക്ഷേ അത്ര ടേസ്റ്റ്ഫുള്ളിയാണ്. അങ്ങനെ ഞാൻ നല്ല വൃത്തിയായിട്ട് ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ആദ്യമേ ഉപ്പിടുന്നവർക്ക് അങ്ങനെ ആവാം, അല്ലാത്തവർ ഇപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് കൈ കൊണ്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കൈ കൊണ്ട് ഉപ്പിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഉപ്പ് നേരത്തെ തന്നെ ഇടുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഉരുള ഉരുട്ടി മാറ്റി വയ്ക്കണം. പണ്ട് ഇതുപോലെ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ, എൻ്റെ അച്ഛൻ ജോലി ചെയ്യായിരുന്നു കേട്ടോ, അപ്പോൾ ഇതുപോലെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കൊതിയാവുമായിരുന്നു. എന്നിട്ട് ഈ ചോറ് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്ന് കുറച്ച് ചമ്മന്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് ഗ്ലം 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 എന്ന് അടിക്കണം കേട്ടോ. സാമ്പാർ ഉണ്ടെങ്കിൽ ഞാൻ സാമ്പാറൊരു സൈഡിലേക്ക് ഒതുക്കി മാറ്റിയിട്ട് ഈ ചമ്മന്തിയും കൂട്ടി മാത്രമാണ് ചോറ് കഴിച്ചത്. എൻ്റെ പൊന്നോ, അപാര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക, ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.